ശബരിമലയിലെ സ്വർണ്ണ തട്ടിപ്പിന്റെ വിവിധ കണക്കുകളാണ് പല ചാനലുകാരും യൂട്യൂബേഴ്സും അതുപോലെ തന്നെ പത്രങ്ങളും മീഡിയ എല്ലാം ഇപ്പം പടച്ചുവിടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ പൂശിയ സ്വർണം എത്ര എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു കണക്കും ആർക്കും തന്നെ ഇല്ല. ശബരിമലയിലെ സൂപ്രണ്ട് ഓഫ് പോലീസ് വിജിലൻസിന്റെ അങ്ങേർക്കും അതിനൊരു കണക്ക് കൊടുക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ 1998 സ്വർണം പതിപ്പിച്ചു. അത് നമുക്ക് അത് കൃത്യമാണ്. അത് വലിയ സ്വർണ്ണ തട്ടിപ്പുകാരൻ തന്നെയാണ് അത്രയും സ്വർണം അവിടെ കൊടുത്തത്. 44 കിലോ 800 ഗ്രാം കൊടുത്തെന്ന് ഒരു കണക്കുണ്ട്. അപ്പൊ 98 അത്രയും എവിടൊക്കെ തേച്ചു എന്ന് നമുക്ക് കൃത്യമായ കണക്കില്ല. എങ്കിലും 98 ധാരപാലക ശില്പങ്ങളുടെ അവിടെ പാളി ഉണ്ടായിരുന്നു. അതില് 1564.190 ഗ്രാം സ്വർണം വാതിൽപ്പാളിയിൽ തേച്ചു എന്ന് പറയുന്നുണ്ട്. 1998 3 സ്ഥലത്താണ് ഈ സ്വർണം പതിച്ചത്. 1564.190 ഗ്രാം സ്വർണം വാതിൽപ്പാളിയിൽ പതിച്ചു. കട്ടിളയിൽ 2519.760 ഗ്രാം പതിച്ചു. ശ്രീകോവിലിന് ചുറ്റുമുള്ള 8 തൂണുകളിൽ അതിന്റെ വശങ്ങളിൽ 4302.650 ഗ്രാമും പതിച്ചു. ഇത് പതിച്ചതിന് അവിടെ റെക്കോർഡുണ്ട്. അപ്പൊ അത് ഏകദേശം 8386.630 അത്രമാണ് അത് ഗ്രാമാണ് തൂക്കം. അതില് അത്രയും തൂക്കത്തിന് ഏകദേശം 8 കിലോ 360 ഗ്രാം പതിപ്പിച്ചോ തൂക്കുകയോ അവിടെ പൊതിയോ ചെയ്തു എന്നുള്ള ഉറപ്പ്. ഈ കണക്ക് അവിടെയുള്ള ഒരു കണക്കാണ്. ഇത് കൂടാതെ തെക്ക് വടക്ക് മൂലകളിലെ പാളികളിൽ 2019 1 കിലോ സ്വർണം കൂടെ അവിടെ അഡീഷണൽ ആയിട്ട് പൂശി അല്ലെങ്കിൽ പതിപ്പിച്ചു. അപ്പൊ 8 കിലോ 630 ഗ്രാം അതിനകത്ത് 1 കിലോ കൂടെ കൂട്ടണം. ഇതിന്റെ കണക്ക് കിട്ടിയേ പറ്റുള്ളൂ. കാരണം അത് ആ അന്വേഷണ SIT അത് കണ്ടെത്തുമോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ CBIക്ക് പോകേണ്ടി വരും. കേരളത്തിലെ അന്വേഷണം മികവുറ്റ ഒരു അന്വേഷണ ടീമാണ് വന്നിരിക്കുന്നത്. ADGP വെങ്കടേഷും നല്ല മിടുക്കനാണ്. അതേസമയത്ത് സത്യസന്ധനാണ്. ശശിധരൻ നല്ല ഇൻവെസ്റ്റിഗേറ്ററാണ്. SP IPS. അതുകൊണ്ട് ഒരു പ്രതീക്ഷയുണ്ട്. ഇതിനകത്ത് മുഖം നോക്കാതെ നടപടി എടുക്കുമോ ഇല്ലയോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. കാരണം ശബരിമലയിലെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് കമ്മിറ്റിക്കാരും മറ്റവരൊക്കെ ഉണ്ടെങ്കിലും അത് സൂപ്പർവൈസറിന്റെ ചുമതല ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതിൻ്റെ മുകളില് തീർച്ചയായിട്ടും അതൊരു മന്ത്രിയുണ്ട്. മന്ത്രിയെ അറിയണം. പ്രത്യേകിച്ച് നയപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ സ്വർണം അവിടുന്ന് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും മന്ത്രി അറിഞ്ഞേ പറ്റുള്ളൂ. അതിൽ നിന്നും ഒഴിയാൻ പറ്റില്ല. എൻ്റെ പീരീഡിലല്ല, എൻ്റെ പീരീഡിൽ 1/2 ഗ്രാം സ്വർണം പോയാലും മതി, പ്രതിയാവും. അതുകൊണ്ട് ഈ സ്വർണ്ണക്കടത്ത് നടത്തിയ ആള് ആ സ്വർണം എവിടെ കൊണ്ടുപോയി എന്നറിയാം. ഇത് ശബരിമലയിലെ സ്വർണം അടിച്ചു മാറ്റാൻ തന്നെ തീരുമാനിച്ച് തന്നെ വന്നവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരും. പിന്നെ അടിച്ചു മാറ്റി ഈ സാധനം ഈ ശബരിമലയിലെ പുണ്യമായ ഈ വാതിലും മറ്റും പല സ്ഥലത്തും കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചാൽ അവിടെ പൂജ നടത്തിയാൽ വലിയ എമൗണ്ട് പൈസ കിട്ടും. കാരണം ശബരിമലയിലൊന്നും പോയി ദേവനെ ദർശിക്കാൻ കഴിയാത്ത പ്രായമുള്ള ധാരാളം ആൾക്കാർ ദക്ഷിണേന്ത്യയിലുണ്ട്. വലിയ പണക്കാരാണ്. അതുകൊണ്ട് ശബരിമലയിൽ അവിടെ തളിച്ച അല്ലെങ്കിൽ വിഗ്രഹത്തിൽ തളിച്ച പാളി ഒരെണ്ണം അടത്തിക്കൊണ്ട് കാണിച്ചാൽ അവര് കുമ്പിട്ട് നമസ്കരിക്കും. അതിന് എത്ര ലക്ഷം, അത് തന്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ എത്ര ലക്ഷം രൂപ ആണെങ്കിലും കൊടുക്കും. ഒരു സിനിമാ നടന്റെ വീട്ടിൽ കൊണ്ട് ഇത് വെച്ച് അയാൾ പൂജിച്ച കാര്യം നമുക്കറിയാം. ജയറാമിന്റെ അവിടെ സ്വർണത്തിന്റെ ഒരു തരി ശബരിമലയിലെ ഒരിക്കലും പുറത്തു കൊണ്ടുപോകാൻ പാടില്ലാത്ത വിഗ്രഹത്തിൽ ചാർത്തിയ സ്വർണം, വിഗ്രഹത്തിൽ ചാർത്തിയ അവിടുത്തെ
അല്ലെങ്കിൽ ഏതെങ്കിലും തൂണുകളിൽ ചാർത്തിയ ഏതെങ്കിലും പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സ്വർണമായാലും ശരി, അത് വെളിയിലോട്ട് പോയി വേറൊരാളുടെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേരും പ്രതിയാകും എന്ന് തന്നെയാണ് പറയുന്നത്. 1 മിനിറ്റ് ആയാലും 2 മിനിറ്റ് ആയാലും ശരി. അങ്ങനെ ധാരാളം പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം ധാരാളം പണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ഇന്റൻഷനേ ഉള്ളൂ. 2007 മുതൽ ശബരിമലയിൽ ഉള്ള വ്യക്തിയാണ്. അതൊരു അഡ്മിറ്റഡ് ഫാക്റ്റാണ്. അന്ന് അവിടെ ആ പൂജാരിയുടെ സഹപൂജാരിയായിട്ട് അവിടെ വന്ന് കയറി 2007 മുതൽ. അന്നേ തീരുമാനിച്ചു ശബരിമല അയ്യപ്പനെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം അടിച്ചു മാറ്റണം. അത് കൃത്യമായി ഇത്തരം സമയം കാലങ്ങളെടുത്ത് അവിടെയുള്ള ശബരിമലയിലെ അയ്യപ്പ ക്ഷേത്രത്തിലെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സ്വാധീനിച്ച് അവർക്ക് വേണ്ട ഇതെല്ലാം കൊടുത്ത് അതിനകത്ത് കള്ളമായിട്ട് മഹസർ എഴുതിപ്പിച്ച് അതിനകത്ത് സാക്ഷികളെ കൊണ്ട് ഒരു അനർഹരായവരെ കൊണ്ട് സാക്ഷികളെ ആയിട്ട് വന്ന് അവരെ കൊണ്ട് ഒപ്പിടിയിച്ച് മൊത്തമായി അടിച്ചു മാറ്റിക്കൊണ്ട് പോയി. 2007 മുതൽ തുടങ്ങിയ പണി ആയതുകൊണ്ട് ഇത് സുരക്ഷിതമായിരിക്കും, കുഴപ്പമില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അങ്ങേരുടെ കൂടെ ചേർന്ന് നിന്ന ശബരിമലയിലെ ഉദ്യോഗസ്ഥന്മാർ കരുതിയത്. സംഗതി പാളിപ്പോയി. ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായി. ഹൈക്കോടതിയുടെ ഇടപെടലിന് മുമ്പ് അവിടെ വിജിലൻസ് ഓഫീസർമാരുണ്ടായിരുന്നു. എന്തുകൊണ്ട് അവരിത് കണ്ടില്ല? അവരെന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല? അവരെന്തുകൊണ്ട് ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്തില്ല? അവരെല്ലാം എന്തുകൊണ്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൽ റിപ്പോർട്ട് ചെയ്തില്ല? ഇപ്പം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അതിൻ്റെ അതേപടി റിലേ ചെയ്യരുത്. അവിടുത്തെ സൂപ്രണ്ട് ഓഫ് പോലീസ് വിജിലൻസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അതേപടി ഈ SIT റിലേ ചെയ്യാൻ പാടില്ല. കാരണം ഹൈക്കോടതിയുടെ പിടി മുറുകിക്കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതി കൊടുത്തിരിക്കുന്നത്. അവർക്ക് ബോധ്യപ്പെട്ട സത്യസന്ധമായ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അതല്ലല്ലോ അവിടെ നടന്നിരിക്കുന്നത്. അവിടെ എത്രയോ വലിയൊരു കൊള്ളയാണ്. 2 കേസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി എത്ര കേസ് എടുക്കുമെന്നും പറയാനൊക്കില്ല. 2 പേരെ ഇതുവരെ ഇപ്പം സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. വരണമല്ലോ. അവിടെ 7 പ്രതികൾ വരെ അവിടുത്തെ സ്റ്റാഫും 8, 9, 10 അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അവിടുത്തെ 2 ദേവസ്വം ബോർഡ് അംഗങ്ങളും കൂടെ, അങ്ങനെ 11 പേരെ സസ്പെൻഡ് ചെയ്യുകയും 11 വരെ പ്രതിയാക്കേണ്ട ഒരു സ്റ്റേജിലേക്കാണ് SIT അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് നോക്കാം എവിടെ വരെ ചെന്ന് ചേരുമെന്ന്. അതേസമയത്ത് 1998 മുതൽ ഈ മൊത്തമായി അവിടെ സ്വർണം കൊടുത്ത 44 കിലോ അല്ലാതെ അവിടെ വന്നു ചേർന്നിരിക്കുന്ന പൂശാനായിട്ടും അവിടെ പൊതിയാനായിട്ടൊക്കെ എത്രയോ പേര് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ കണക്ക് വെളിയിൽ വന്നേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് ഒന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കൊടുത്തിട്ടുള്ളവര് തീർച്ചയായിട്ടും രംഗത്ത് വരും. അവര് ഈ പണം മുട്ടിക്കുന്നവര് ഈ ഫ്രോഡുകൾക്ക് കൊടുത്തതല്ല, അയ്യപ്പന് കൊടുത്തതാണ്. അതുകൊണ്ട് അവര് അങ്ങനെ കൊടുത്തവര്, മാല കൊടുത്തവരും മാല വലിച്ചെറിഞ്ഞവരും സ്വർണം വലിച്ചെറിഞ്ഞവരും അവരൊക്കെ കണക്ക് അതവിടെ അക്കൗണ്ട് ആയിട്ടുണ്ടോന്ന് നോക്കുന്നത്. ഇതൊരു നിസ്സാര സംഭവമല്ല. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന അന്വേഷണം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അതേസമയത്ത് ഹൈക്കോടതി ഇപ്പൊ നിരീക്ഷിച്ച കാര്യം അതുമാത്രം കൃത്യമായിട്ട് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റും. അതേസമയത്ത് എത്രയോ കേസുകൾ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടി വരും. ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജസ്റ്റിസ് എന്തായാലും സ്റ്റോർ റൂമൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതിന്റെ കണക്ക് വരട്ടെ. പക്ഷെ കാലാകാലങ്ങളായിട്ട് 98 മുതലെങ്കിലും നമ്മൾ പിടിച്ചാൽ അന്ന് മുതൽ അവിടെ വന്നു ചേർന്നിട്ടുള്ള ഡയമണ്ട് എത്ര, വന്നു ചേർന്ന സ്വർണം എത്ര, സിൽവർ എത്ര, കോസ്റ്റ്ലി ആയിട്ടുള്ള അവിടെ കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ എത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് ഈ SITയെ തന്നെ ഏൽപ്പിക്കാം. ഇത് ഹൈക്കോടതി നിരീക്ഷിച്ച ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തി അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി അതിനകത്ത് ഏതൊക്കെ പ്രതികളാന്ന് പറഞ്ഞാൽ അവരെ മാത്രം അറസ്റ്റ് ചെയ്ത് ആ 2 FIRനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആരൊക്കെയാണ് അതിൻ്റെ റെസ്പോൺസിബിളായ ആൾക്കാർ, അവർ തീർച്ചയായിട്ടും മിസ്ട്രസ്റ്റ്, മിസ്അപ്രോപ്രിയേഷൻ, ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എല്ലാം അതിൻ്റെ അകത്ത് വരും. അപ്പൊ അതെല്ലാം കൂടെ ചേർത്ത് ഒരു കുറ്റച്ചാറ് അവരുടെ പേരിൽ എത്രയും പെട്ടെന്ന് കൊടുക്കണം. അതിനകത്ത് മുഖം നോക്കാതെ സർക്കാരിന്റെ ഏത് ഉന്നത പൊസിഷനിൽ ഇരിക്കുന്ന ആളായാലും ശരി അവരെ പ്രതി ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്.